പഠിച്ച 9ാം ക്ലാസ് വരെ പഠനത്തിന് വേണ്ടി പുറപ്പെട്ടിരുന്ന ഹൈസ്കൂളിന്റെ വിദ്യാഭ്യാസം അവസാനിക്കുന്നത് വരെ ഇസ്ലാമിക വേഷവിധാനത്തിന് ഒരു പരിധിവരെ കാത്തു സൂക്ഷിച്ച ആ പെങ്ങൾ പോയി വസ്ത്രം എടുത്തുകൊണ്ടുവരികയാ. എടുത്തുകൊണ്ടുവന്ന വസ്ത്രമാ പിതാവും എടുത്ത് മുഖത്ത് നോക്കുമ്പോ ഒരു പെണ്ണിന്റെ ശരീരത്തിന്റെ ആകാരഭൈതമായ ശാരീരിക ഭാഗങ്ങളുണ്ടല്ലോ, ഒരു പുരുഷന്റെ നിയന്ത്രണം വിനിയോഗിക്കാൻ മാധ്യമമാകുന്ന, ഒരു പുരുഷന്റെ വികാരം തട്ടിക്കൊടുക്കാൻ കാരണമാകുന്ന അവളുടെ മാർഗത്തെയും ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളെയും അതിനെ പ്രതിഫലിപ്പിച്ച് കാണിക്കുന്ന നിലയിലുള്ള ലെഗിൻസ് പോലെയുള്ള റബ്ബർ പോലെയുള്ള വസ്ത്രം എടുത്തുകൊണ്ട് വന്നിട്ട് ഇതെനിക്ക് മതിയുപ്പ എന്ന് പറയുമ്പോ ആ ഉപ്പ പറയുകയാണ്, ഞാൻ ചിന്തത്തെ കൈവച്ചുകൊണ്ട് പറഞ്ഞുപോയി, ഇതിലുള്ള കുടുംബത്തിൽ പിറന്ന ഈ മദ്രസയിലുള്ള പരിപരിചയ മക്കൾക്ക് എവിടെയാണ് വിളിച്ചു പോയതെന്ന് ചോദിക്കുമ്പോ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെയാ കൊണ്ടുപോകെ പറയുകയാ. ആ പിതാവ് ചോദിച്ചു, മോളെ ഈ വസ്ത്രം നിനക്കാരാണ് പഠിപ്പിച്ചതെന്ന് ചോദിക്കുമ്പോ ആ മകള് പറയുകയാണ്, ഈ വസ്ത്രം മാത്രമാണ് ഇന്ന് മാന്യതയുടെ വസ്ത്രമുപ്പ. താങ്കൾ പറയുന്ന ചുരിദാറും അതുപോലെയുള്ള യൂസുള്ള വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് ഞാൻ ഗ്രാമത്തിന്റെ ഉള്ളിലേക്ക് ചെന്നാൽ, ഞാൻ സ്കൂളിന്റെ ഉള്ളിലേക്ക് ചെന്നാൽ ഞാൻ യാഥാർത്ഥികയാണ്, ഞാൻ കലഞ്ചനാണ്, യാഥാർത്ഥികയാ എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ സൗഹൃദങ്ങളിന്റെ സുഹൃത്തുക്കൾ മാറ്റി നിർത്തണം, ഞാൻ പെണ്ണല്ല എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ മാറ്റി നിർത്തണം. ആ അവസ്ഥയിലേക്ക് ഇന്ന് കൗമാര ക്യാമ്പസുകൾ മാറിക്കൊണ്ടിരിക്കുമ്പോ, സ്കൂൾ ക്യാമ്പസുകൾ മാറിക്കൊണ്ടിരിക്കുമ്പോ ഇവിടെയാണ് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, നാളെ കൊണ്ട് തലകാട്ടി പോകണം. എത്രയോ ഉമ്മമാരാണ് മാന്യതയുടെ കൂട് പറഞ്ഞിട്ട് നടക്കുമ്പോ അവരുടെ മക്കൾ വേശ്യാലയത്തിലേക്ക് അണിയിക്കപ്പെടുന്നത് പോലെ ശരീരഭാഗം മുഴുവൻ തുറന്നിട്ടുകൊണ്ട് ഏതൊരു പുരുഷനെയും കയറി വന്ന് മേഞ്ഞിട്ട് പോടായി വിളിക്കുന്ന നിലയിൽ പരസ്യം വെച്ചുകൊണ്ട് കയറി വന്ന് മേഞ്ഞിട്ട് പോയി എന്ന് പറയാൻ മാത്രം അവർ ക്ഷണിക്കുന്ന വസ്ത്രവിധാനങ്ങളോടെ നടക്കുമ്പോ എന്റെ പ്രിയമുള്ള ഉമ്മമാരെ, അങ്ങനെ മക്കളെ അഴിച്ചുവിട്ടവരുടെ ഉമ്മ ഇന്നാണ് പറച്ചവന്റെ കോടതിയിൽ അതിന് കിടക്കില്ല. ആ കോടതിയിൽ നിൽക്കുമ്പോ നിന്റെ സഹജ നമസ്കാരം മാത്രമുള്ള നിന്റെ നമസ്കാരങ്ങളുണ്ടല്ലോ, നിന്റെ നോമ്പുണ്ടല്ലോ, നിന്റെ സക്കാത്തുണ്ടല്ലോ, എല്ലാം വെച്ചുകൊണ്ട് നാളെ സ്വർഗത്തിലേക്ക് പോകാമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് പറച്ചവന്റെ കോടതിയിൽ വരുമ്പോ ആ ചുറ്റുകൊള്ളുന്ന മണലാന ചുറ്റുകൊള്ളുന്ന വംശനയുടെ